സ്റ്റേറ്റ് ക്ലാസ് 10ന്റെ കെമിസ്ട്രിയിലുള്ള തേർഡ് ചാപ്റ്റർ ആയ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കുറെ പോർഷൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. എത്രത്തോളം മെറ്റൽസ് കൂടുതൽ റിയാക്റ്റീവ് ആണ്, അതേപോലെ കമ്പാരിറ്റീവ്ലി കുറവ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന്റെ ഒക്കെ കാര്യം നമ്മൾ നോക്കി. അത് മാത്രമല്ല നമ്മൾ ഒരു റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു, അത് പഠിക്കാനുള്ള ട്രിക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ മെയിൻ രണ്ട് സാധനങ്ങൾ പഠിക്കും. ഒന്ന് ഗാൽവനിക് സെല്ലും പഠിക്കും, അതേപോലെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സും പഠിക്കും. സോ അതിന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗാൽവനിക് സെല്ലാണ് നോക്കാൻ പോകുന്നത്. സോ അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നേ. നമ്മൾ പറഞ്ഞില്ലേ, ലൈക്ക് ആസിഡുമായിട്ടുള്ള റിയാക്ഷനിൽ നമ്മൾ കോപ്പറിൽ വേർഡിഗ്രീസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ അതിൽ പറയണമെന്ന് വിചാരിച്ച സാധനം, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പടം നിങ്ങൾ എടുത്ത് നോക്കണം കേട്ടോ. അതിനിപ്പോ ഒരു ക്ലാവ് പിടിച്ചിരിക്കുന്ന പച്ച, ഒരു ഓൾമോസ്റ്റ് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ആണുള്ളത്. പക്ഷെ ശരിക്കും അത് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഒരു റെഡിഷ് ബ്രൗൺ കളറാണ് ഉണ്ടായിരുന്നത് എത്ര. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ക്ലാവ് പിടിച്ചിട്ടാണ് അൾട്ടിമേറ്റ്ലി ഒരു ഗ്രീനിഷ് കളറായിട്ട് ഇപ്പൊ അത് നിലനിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ഇൻഫർമേഷൻ പറയാണ്ടായിരുന്നു. പിന്നെ അതേ മാത്രല്ല, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ചില്ലേ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ കിട്ടും എന്ന് പറഞ്ഞില്ലേ. സിങ്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ ആണ്, അതുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ഉണ്ട്. ആക്ച്വലി കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് നല്ല ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളർ എന്താ പറ്റുക അറിയോ? ആ ബ്ലൂ കളർ ഈ റിയാക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അങ്ങ് കളർലെസ് ആവും. എന്നിട്ട് കോപ്പർ പോയിട്ട് ഈ സിങ്കിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ആവും. അപ്പൊ ആ കോപ്പറിന്റെ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ബ്രൗൺ കളറിൽ പിന്നീട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ബ്രൗൺ കളറിൽ വരും. സിങ്കിന്റെ മുകളിൽ കോപ്പർ ഡെപ്പോസിറ്റ് ഇടുക. സോ ബ്ലൂ കളർ ചേഞ്ചസ് ടു കളർലെസ് വെൻ ദിസ് റിയാക്ഷൻ ഹാപ്പൻസ്. അതേപോലെ തന്നെ ഇത് ഉണ്ട്. ഇപ്പൊ അയണിനും കോപ്പർ സൾഫേറ്റ് എടുത്തു എന്ന് വിചാരിച്ചോളൂ. കോപ്പർ സൾഫേറ്റ് നല്ല ബ്ലൂ കളറാണ്, പക്ഷെ അയൺ ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. അത് കാരണം അത് അയൺ സൾഫേറ്റ് ഫോം ചെയ്യും. അയൺ സൾഫേറ്റ് നല്ല ഗ്രീൻ കളറാണ്. അപ്പൊ ഈ പറയുന്ന പോലെ ബ്ലൂ കളർ എന്താവും? നല്ല ഗ്രീനിഷ് സൊല്യൂഷൻ ആയിട്ട് കളർ ചേഞ്ച് സംഭവിക്കും. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പൾ, അതായത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നു എന്നുള്ള പ്രിൻസിപ്പളിലാണ് നമ്മൾക്ക് എന്താണ് ഒരു ഫസ്റ്റ് സാധനമായ ഗാൽവനിക് സെൽ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഗാൽവനിക് സെൽ എന്നുള്ളതാണ് ഫസ്റ്റ്. കെമിക്കൽ റിയാക്ഷൻ കാരണം, കെമിക്കൽ ചേഞ്ച് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സെല്ലിനെയാണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഗാൽവനിക് സെല്ലിന്റെ വേറൊരു പേരാണ് വോൾട്ടൈക് സെൽ. വോൾട്ടൈക് സെൽ എന്ന് നമ്മൾ പറയും. സോ ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ്? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. സോ ഇത് എന്ത് റിയാക്ഷൻ ആണെന്ന് അറിയോ യൂസ് ചെയ്യുന്നത്? റിഡോക്സ് റിയാക്ഷൻസിനെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിഡക്ഷനും നടക്കും, കൂട്ടത്തിൽ ഓക്സിഡേഷനും നടക്കുന്ന റിയാക്ഷൻസിനെയാണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ റിഡോക്സ് റിയാക്ഷൻസ് നടക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സെല്ലുകളെയാണ്, ഡിവൈസിനെയാണ് നമ്മൾ ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ സിങ്ക് എടുത്തു എന്ന് വിചാരിച്ചോളൂ. സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗിവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. അപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിച്ചു. ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ 0, കോപ്പറിന് സൾഫേറ്റിന് -2 ആണ്, ഇതിന് +2 ആണ്. സിങ്കിന് ഈ പറയുന്നത് പോലെ സിങ്കിന് +2 ആണ്, സൾഫേറ്റിന് -2 ആണ്. കാരണം സൾഫേറ്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഇനി കോപ്പർ ഒറ്റയ്ക്ക്. അപ്പൊ ഇതിന്റെ മെറ്റലിന്റെ നോക്കിയേ, സിങ്ക് 0യിൽ നിന്നും +2 ആയി മാറി. അതെങ്ങനെയാ? അത് 2 ഇലക്ട്രോൺ കൊടുത്തിട്ടാണ് +2 ആയിട്ട് മാറിയത്. കോപ്പർ എന്ത് സംഭവിച്ചു? കോപ്പർ +2 2 ഇലക്ട്രോൺ വാങ്ങിച്ചിട്ടാണ് കോപ്പർ 0 ആയിട്ട് മാറിയത്. സോ വെൻ ഹിയർ വാട്ട് ഹാപ്പൻ? ലൂസസ് ഇലക്ട്രോൺ. ഓക്കെ, സിങ്ക് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ ആണ്. മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനം ലൂസസ് ഇലക്ട്രോൺ. ലൂസ് ഇലക്ട്രോൺ ചെയ്യുമ്പോൾ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. ഓക്കെ, സോ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനം ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും. ഇത് ലെസ് റിയാക്റ്റീവ് ആണ്. ലെസ് റിയാക്റ്റീവ് സാധനം എന്ത് ചെയ്യും? ഗെയിൻസ് ഇലക്ട്രോൺ.
ഗെയിൻസ് ഇലക്ട്രോൺ ചെയ്യുമ്പോഴാണ് റിഡക്ഷൻ നടന്നു എന്ന് നമ്മൾ പറയുന്നത്. കണ്ടു, there is a transfer of electron. ഇവിടെ സിങ്ക് ലൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ കോപ്പർ ഗെയിൻ ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഒരു ബീക്കർ വെച്ചിട്ട് ഇവിടെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും, Cu2+ SO4 2- ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇതിൽ കൊണ്ടായിട്ടാണ് നമ്മൾ സിങ്ക് റോഡ് മുക്കുന്നത്. ഇതിൽ സിങ്ക് റോഡ് മുക്കുമ്പോൾ സിങ്ക് ഈ പറയുന്നത് പോലെ എന്ത് ചെയ്യും, കോപ്പർ സൾഫേറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് Zn2+ ആയിട്ട് താഴോട്ട് വരും. കുറച്ചും കൂടി വലുതായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ മുഴുവനും Cu2+ഉം SO4 2- ആയിട്ട് അയോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിങ്ക് റോഡിനെ മുക്കുമ്പോ ഈ കോപ്പർ സൾഫേറ്റ് നോക്കുമ്പോ സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ് അല്ലെ. അപ്പൊ സിങ്ക് എന്ത് ചെയ്യും, Zn2+ ആയിട്ട് പുറത്തേക്ക് വരും. അപ്പൊ 2 ഇലക്ട്രോൺ ഇവിടെ ഇല്ലേ, ഈ 2 ഇലക്ട്രോൺ ആര് വാങ്ങിക്കും, Cu2+ ഇങ്ങോട്ട് പോകും. Cu2+ ഇങ്ങോട്ട് പോയി ഈ സ്ട്രിപ്പിലേക്ക് പോയി 2 ഇലക്ട്രോൺ വാങ്ങിച്ചിട്ട് കോപ്പർ ആയിട്ട് കയറി ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിന്റെ മുകളിൽ കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ സിങ്ക് റോഡിൽ നിന്നും Zn2+ ആയിട്ട് പുറത്തേക്ക് വരും ബൈ ലൂസിങ് 2 ഇലക്ട്രോൺ. സോ സിങ്ക് Zn2+ഉം 2 ഇലക്ട്രോണുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഈ 2 ഇലക്ട്രോൺ ആര് വാങ്ങിക്കും, നമ്മുടെ സൊല്യൂഷനിലുള്ള Cu2+ വാങ്ങിക്കും. എന്നിട്ട് കോപ്പർ ആവും. ഈ കോപ്പർ എവിടെ ഡെപ്പോസിറ്റഡ് ആവും, ഈ സ്ട്രിപ്പിൽ കയറി ഡെപ്പോസിറ്റ് ആവും. സി ദർ ഇസ് എ ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺ ടേക്കിംഗ് പ്ലേസ്. അപ്പൊ ഈ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫറൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ പറ്റണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കൊണ്ടിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിനെ 2 കഷ്ണങ്ങളാക്കും. ഒന്നുകൂടി നമുക്ക് നോക്കാം, ലൂസിങ് ഓഫ് ഇലക്ട്രോൺ. വീണ്ടും പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ്. ലൂസിങ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ. ഓക്കെ, അതേസമയം ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ സംഭവിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമുക്ക് ഗാൽവനിക് സെൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, 2 ബീക്കേഴ്സ് എടുത്തു. 2 ബീക്കർ എടുത്തിട്ട് നമ്മൾ ഒരെണ്ണത്തില് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ വെച്ചു, ZnSO4 സൊല്യൂഷൻ വെച്ചു. ഇവിടെ സിങ്കിന്റെ സ്ട്രിപ്പ് വെച്ചു. അപ്പൊ ഇത് സിങ്കിന്റെ സ്ട്രിപ്പ് ആണ്. ഓക്കെ, ZnSO4 Zn2++ SO4 2- ആയിട്ടാണ് ഈ സാധനം ഏത് സിങ്ക് സൾഫേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം സൊല്യൂഷനിൽ അയോൺസ് ആയിട്ടായിരിക്കും സിങ്ക് സൾഫേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബൾബ് അല്ലെങ്കിൽ വോൾട്ടിമീറ്റർ വെച്ചു. വോൾട്ടിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എന്താണ് ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്. ഓക്കെ, വോൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനൽ എപ്പോഴും ഹൈ റിയാക്റ്റീവ് സിങ്ക് ആണോ, ഇവിടെ ഒരു കോപ്പർ വെക്കുവേ, ഇവിടെ ഒരു കോപ്പർ വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് കോപ്പർ ആണ്, കോപ്പർ സ്ട്രിപ്പ് ആണ്. ഇത് CuSO4 സൊല്യൂഷൻ ആണ്. അപ്പൊ CuSO4 എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്, Cu2+ഉം SO4 2- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വോൾട്ടിമീറ്റർ സിങ്ക് ആണോ കോപ്പർ ആണോ ഏറ്റവും റിയാക്റ്റീവ്, സിങ്ക് ആണ് കൂടുതൽ റിയാക്റ്റീവ്. ഓക്കെ, സിങ്ക് കഴിഞ്ഞിട്ടാണ് റിയാക്ടിവിറ്റി സീരീസിൽ കോപ്പർ വരുന്നത്. അപ്പൊ സിങ്ക് എന്ന് പറയുന്ന ഹൈ റിയാക്റ്റീവിന്റെ അവിടെ തന്നെ ആയിരിക്കണം നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ടിമീറ്റർ. റിയാക്ടിവിറ്റി കൂടുതലുള്ളതിന്റെ അവിടെ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ടിമീറ്റർ, മറ്റേ ഭാഗത്ത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ടിമീറ്റർ. അതിന്റെ കാരണങ്ങൾ നമ്മൾ നോക്കും. ഇനി എന്താ പറ്റണേ, അപ്പോഴത്തേക്കും നമുക്ക് നോക്കാം, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്താൽ അപ്പൊ തന്നെ നമ്മുടെ എന്താണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവോ, ഇല്ല. എന്താ കാരണം, ഇവിടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യില്ല. കാരണം എന്താ കഴിഞ്ഞാൽ എപ്പോഴും ഇലക്ട്രിസിറ്റി വരണം എന്നുണ്ടെങ്കിൽ ദ ടെർമിനൽ ഷുഡ് ബി കംപ്ലീറ്റഡ്. ഇവിടെ ടെർമിനൽ ഒരു സൈക്ലിക് ആയിട്ടാണോ ഉള്ളത്, അല്ല. അപ്പൊ ടെർമിനൽ കംപ്ലീറ്റ് അല്ല. അപ്പൊ ടെർമിനൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഇനി ഒരു സാധനം കൂടി വേണം. അതിനെയാണ് നമ്മൾ പറയുന്നത് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടി നമ്മൾ ഇതിന്റെ ഇടയിൽ കൊടുക്കും. ഓക്കെ, ഇതാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം. അപ്പൊ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധനം, സോൾട്ട് ബ്രിഡ്ജ് ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള, കണ്ടോ, യു ട്യൂബ് ആണ്. അതിൽ സാധാരണ ഒന്നില്ലെങ്കിൽ ജെലാറ്റിൻ ഫില്ല് ചെയ്ത് വെക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മള് അഗാർ ജെല്ല് ഫില്ല് ചെയ്ത് വെക്കും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു മിക്സ്ചർ ഓഫ് എന്താ പറയാ പൊട്ടാഷ്യം ക്ലോറൈഡ്, പൊട്ടാഷ്യം നൈട്രേറ്റ്, അങ്ങനത്തെ ഒക്കെ സോൾട്ടുകൾ, അതേപോലെ തന്നെ അമോണിയം ക്ലോറൈഡ്, അങ്ങനത്തെ ഒക്കെ സോൾട്ട്സ് ആയിരിക്കും നമ്മൾ മിക്സ്ചർ ഒക്കെ ആയിട്ടായിരിക്കും ഫില്ല് ചെയ്ത് വെക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് KCl ഇല്ലേ, പൊട്ടാഷ്യം ക്ലോറൈഡ്,
പൊട്ടാസ്യം ക്ലോറൈഡിൽ മുക്കിയിട്ട് നമുക്ക് ഇതിനെ രണ്ടെണ്ണത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു കണക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ സോൾട്ട് ബ്രിഡ്ജ്? ഇറ്റ് കംപ്ലീറ്റ്സ് ദ സർക്യൂട്ട്. അതെങ്ങനെയാ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇറ്റ് അലൗസ് ദ ഈ അയോൺസിൽ ഇവിടെ ജനറേറ്റ് ആവുന്ന അയോൺസിന്റെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ട്രാൻസ്ഫറൻസ് നടന്നാൽ മാത്രമേ ഈ സംഭവത്തിന്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സാധനം മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സോൾട്ട് ബ്രിഡ്ജ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ യു ഷേപ്ഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ നമുക്ക് എന്തറിയാം, എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് പേസ്റ്റ്. എന്തിന്റെ പേസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? KCl ആവാം, KNO3, അതേപോലെ തന്നെ അമോണിയം ക്ലോറൈഡിന്റെ മിക്സ്ചേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കാം. ഓർ വാട്ട് വിൽ ഹാപ്പൻ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഗാർ ജെല്ല് വെച്ചിട്ട് ഉണ്ടാക്കാം. അഗാർ ജെല്ലി വെച്ചിട്ട് ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജെലാറ്റിൻ വെച്ചിട്ട് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓർ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഹെൽപ്സ് കംപ്ലീറ്റ് സർക്യൂട്ട്. അതാണ് അതിന്റെ പ്രത്യേകത, കംപ്ലീറ്റ് ദ സർക്യൂട്ട്. അതെങ്ങനെയാ കംപ്ലീറ്റ് സർക്യൂട്ട് ചെയ്യുന്നത്? ബൈ ട്രാൻസ്ഫറൻസ് ഓഫ് അയോൺ. അയോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ട്രാൻസ്ഫറൻസ് ഓഫ് അയോൺസ്. ഇവിടെ ട്രാൻസ്ഫറൻസ് ആണ്, ട്രാൻസ്ഫറൻസ് ഓഫ് അയോൺസ്. അങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഇറ്റ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഒന്നേന്ന് നോക്കാം. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ ഇനി ഒന്നേന്ന് നോക്കാം ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ബേസിക്കലി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് ഹൈലി റിയാക്റ്റീവ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആകുമ്പോൾ സിങ്ക് Zn2+ ആയിട്ട് 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് Zn2+ ആയിട്ട് ഇങ്ങോട്ട് ചാടും. ഓക്കെ. ഈ 2 ഇലക്ട്രോൺസ് ഇവിടെ നിന്നും എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ട്രാവൽ ചെയ്തിട്ട് കോപ്പറിലേക്ക് വരും. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോൺസ് വന്നേ. 2 ഇലക്ട്രോൺസ് വന്നപ്പോ ഈ സൊല്യൂഷനിൽ ആരാ ഉള്ളത്? Cu2+. ഈ Cu2+ ഇങ്ങോട്ട് പോയി ഈ 2 ഇലക്ട്രോൺസ് വാങ്ങിക്കും. ഓക്കെ. 2 ഇലക്ട്രോൺസ് വാങ്ങിച്ചിട്ട് Cu ആയിട്ട് കോപ്പർ ആയിട്ട് ഇതിൽ കയറി ഡെപ്പോസിറ്റ് ആവും. ഓക്കെ. ഒന്നുകൂടി നോക്കിക്കോളൂ. ഇവിടെ സിങ്ക് റോഡ് ഉണ്ട്. സിങ്ക് റോഡ് ഹൈലി റിയാക്റ്റീവ് ആണ്. ഇലക്ട്രോൺ കൊടുക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പൊ 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് ഇവിടത്തെ സിങ്ക് ഇതിലേക്ക് ചാടും. സിങ്ക് അയോൺ ആയിട്ട് ചാടും. ഈ 2 ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി എങ്ങോട്ട് പോകും? കോപ്പറിന്റെ അവിടേക്ക് പോകും. ഇവിടെ 2 ഇലക്ട്രോൺസ് വന്ന ഉടനെ ഇവിടെ എന്ത് സംഭവിക്കും? Copper 2+ അയോൺസ് സൊല്യൂഷനിലുണ്ട്. ഈ സൊല്യൂഷനിലുള്ള Cu2+ അയോൺസ് ഈ കോപ്പർ റോഡിൽ പോയിട്ട് ഈ 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചിട്ട് കോപ്പർ ആയിട്ട് Cu ആയിട്ട് ഡെപ്പോസിറ്റ് ആവും. കണ്ടോ? 2 ഇലക്ട്രോൺസ് കോപ്പർ സ്വീകരിച്ചിട്ട് Cu ആയിട്ട് ഡെപ്പോസിറ്റ് ആവും. സിങ്ക് ലൂസസ് ദ ഇലക്ട്രോൺ. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് വന്നു? സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് വന്നു. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് വന്നു. ഓക്കെ. മനസ്സിലായോ? അപ്പൊ ഹിയർ വാട്ട് അഗെയിൻ ദ സെയിം തിങ്, സിങ്ക് ലൂസസ് ഇലക്ട്രോൺ. സോ ഇവിടെ സിങ്ക് ലൂസസ് ഇലക്ട്രോൺ. ഹിയർ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ഓക്സിഡേഷൻ നടക്കുന്നത് സിങ്കിലാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നത്? Copper 2+ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അപ്പൊ ഇവിടെ റിഡക്ഷൻ നടന്നു. ഓക്കെ. അപ്പൊ ഈ ഫിഗർ ഞാൻ ഒന്നുകൂടി റീഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഈ ഭാഗത്ത് സിങ്ക് റോഡിൽ നിന്നും Zn2+ഉം 2 ഇലക്ട്രോണും വന്നു. ഇത് goes to the സൊല്യൂഷനിലേക്ക് പോകും. Goes to solution. So here what happens? Oxidation take place as it loses electron. ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ട് അതിനെ പറയുന്നു. ഓക്സിഡേഷൻ നടക്കുന്ന സംഭവത്തിന്റെ സ്ഥലത്തിന്റെ പേരാണ് ആനോഡ്. എയും ഓയും വവൽസ് ആണ്. ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഇവിടെയാണ് ഇലക്ട്രോൺസ് ജനറേറ്റ് ആവുന്നത്. എപ്പോഴും ഇലക്ട്രോൺസ് ജനറേറ്റ് ആവുന്ന സ്ഥലമാണ് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി അതേസമയം കോപ്പർ എന്താ സംഭവിക്കുന്നത്? കോപ്പർ വന്നിട്ട് ഇവിടെ Cu2+ ഇൻ സൊല്യൂഷനിലുള്ള Cu2+ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസ് വന്ന 2 ഇലക്ട്രോൺസിനെ കയറി സ്വീകരിക്കും. എന്നിട്ട് കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും.
ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇലക്ട്രോൺ സ്വീകരിച്ചു. സോ റിഡക്ഷൻ ടേക്സ് പ്ലേസ് ബിക്കോസ് ഇലക്ട്രോൺസ് എടുത്തു. റിഡക്ഷൻ നടക്കുന്ന സ്ഥലത്തിനെയാണ് കാഥോഡ് എന്ന് പറയുന്നത്. രണ്ടും കോൺസണൻസ് ആണ്, സിയും ആറും. ഇവിടെ കണ്ടോ, ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം ആനോഡ്. എ ഇ ഐ ഒ യുലെ എയും ഓയും ഇവിടെ ഉണ്ട്. ഓക്കെ, വവൽസ് രണ്ടെണ്ണം, ഇവിടെ കോൺസണൻസ് രണ്ടെണ്ണം. ഇവിടെ എന്താണ്, ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്ത് ഇവിടെ ഇലക്ട്രോൺസ് നമ്മുടെ കോപ്പർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ പോസിറ്റീവ് ഇലക്ട്രോഡ്. ഓക്കെ, ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്ത സ്ഥലത്തിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയി. അപ്പൊ ദിസ് ബിക്കംസ് എ നെഗറ്റീവ് ടെർമിനൽ ആൻഡ് ദിസ് ബിക്കംസ് എ പോസിറ്റീവ് ടെർമിനൽ. അതുകൊണ്ട് നെഗറ്റീവ് ഓഫ് ദ എന്താണ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ എപ്പോഴും നെഗറ്റീവ് ഓഫ് ദ വോൾട്ടിമീറ്ററിൽ തന്നെ ജോയിൻ ചെയ്യണം. പോസിറ്റീവ് ടെർമിനൽ എപ്പോഴും പോസിറ്റീവ് സൈഡ് ഓഫ് ദ വോൾട്ടിമീറ്ററിൽ തന്നെ ജോയിൻ ചെയ്യണം. അതുകൊണ്ടാണ് വോൾട്ടിമീറ്റർ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഒന്നുകൂടി നോക്കാം, ഇതിൽ ആനോഡ് ഏതാണ്? ആനോഡ് എന്ന് പറയുന്ന ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം. അതായത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൊടുക്കുന്ന സ്ഥലം. ഇലക്ട്രോൺ കൊടുക്കുന്നത് എപ്പോഴും ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആയിരിക്കും. ഇതില് സിങ്ക് ആണ് ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ സിങ്ക് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വേറൊരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ 100 ml ഓഫ് 1 മോളാർ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. മോളാർ എന്ന് പറയുന്ന മൊളാരിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മളെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, മോൾ കോൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും 100 ml ഓഫ് 1 മോളാർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് കണ്ടോ, പുറത്തു കൂടി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തു. സിൻസ് there is flow of electrons, electricity is generated. മനസ്സിലായോ? സോ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണ്? സിങ്ക് എന്ന് പറയുന്നതിലാണ്. അതേസമയം റിഡക്ഷൻ നടക്കുന്നത് കോപ്പറിന്റെ സൈഡിലാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ല. ഇതിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് സിങ്ക് ആണ്, അതായത് ഹൈ റിയാക്റ്റീവ് മെറ്റൽ ആണ്. അതേസമയം കോപ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് വരും. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ഒന്നിച്ചെഴുതി, രണ്ട് റിയാക്ഷൻസ് ഉണ്ടല്ലോ, ZN. ഇതിനെ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ZN gives ZN2 plus 2 electrons and Cu2 plus 2 electrons gives Cu. അപ്പൊ ഇത് നമ്മൾ ഒന്നിച്ചെഴുതി കഴിഞ്ഞാൽ what will happen? We will get ഈ 2 ഇലക്ട്രോണും തമ്മിൽ ക്യാൻസൽ ആവും. കാരണം ഒരു ഈക്വൽ ടു സൈൻ ആണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള സാധനങ്ങൾ ഒരേപോലെയുള്ള സാധനങ്ങൾ ക്യാൻസൽ ആവും. ZN ക്യാൻസൽ ആയില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. നമുക്ക് ഒന്നിച്ചെഴുതാം. ഈ ഭാഗങ്ങളെല്ലാം കൂടി പ്ലസ് ചെയ്യുക. ZN plus Cu2 plus 2 electrons gives ZN2 plus 2 electron plus Cu എന്നല്ല കിട്ടുന്നത്. അപ്പൊ ഇതും കട്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ZN plus Cu2 plus gives ZN2 plus Cu എന്ന് കിട്ടും. See here oxidation was taking place, took place, here reduction took place. Since both were happening simultaneously, ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടക്കുന്ന പ്രോസസ്സിനെയാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ റിഡോക്സ് റിയാക്ഷൻ കാരണമാണ് ഇലക്ട്രിസിറ്റി നമുക്ക് ജനറേറ്റ് ആയത്, എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആയത്. So what happened here? Transfer of electrons produced as a result of the redox reaction. Transfer of electrons happened. How did this electron come? Because of the redox reaction. അങ്ങനെ വന്നപ്പോ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ തുടങ്ങി. From the negative terminal, electrons started flowing from the negative terminal to the positive terminal. ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? പണ്ട് നമ്മള് ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് നടക്കുന്നതെന്നാണ്. ഓക്കെ, പിന്നെ അതിന്റെ ബേസിസിൽ കുറെ ഇക്വേഷൻസും കുറെ ഫോർമുലയൊക്കെ കയറി കണ്ടുപിടിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണമാണ് ഇലക്ട്രിസിറ്റി ശരിക്കും ജനിക്കുന്നത്. പക്ഷെ ഈ പറയണ പോലെ ഈ ഫോർമുലയും ബാക്കി എല്ലാ സാധനങ്ങളും നമ്മള് ഈ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ആണെന്നുള്ള അസംഷനിൽ ഉണ്ടാക്കിയതല്ലേ. അതാണ് അത്രയും ചേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിലാണോ ഫ്ലോ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നേ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ ഇസ് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ എന്ന് നമ്മൾ പറയും. ഇത് ഒറിജിനലി അങ്ങനെയല്ല. ഒറിജിനലി എങ്ങനെയാണ്?
ഇലക്ട്രോണിന്റെ ഫ്ലോ എപ്പോഴും നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ് ആണ്. പക്ഷേ ഇലക്ട്രിക് കറന്റ് നമ്മൾ ഡയറക്ഷൻ പറയുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് ടു ദ ആക്ച്വൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയും. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ എന്ന് നമ്മൾ പറയും. ഫോർ കൺവീനിയൻസ് ആണ് പറയുന്നത്. കാരണം നമുക്ക് കുറേ ഫോർമുലകൾ ചേഞ്ച് ചെയ്യേണ്ട ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ആ തെറ്റ് ഇപ്പോഴും അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുവാണ്. ഓക്കെ, വി ആർ ജസ്റ്റ് ടെല്ലിംഗ് ദാറ്റ് ഫോർ കൺവീനിയൻസ് ഇലക്ട്രിക് കറന്റ് ഇൻ ദ ഡയറക്ഷൻ ഈസ് സെഡ് ടു ബി ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. പക്ഷേ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓൾവേസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. അത്രയും മനസ്സിലായല്ലോ. ഇനി വേറൊരെണ്ണം ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പൊ സേ നമ്മുടെ അടുത്തൊരു സംഭവം തന്നിട്ടുണ്ട്. ഇപ്പൊ സേ സിൽവർ വയർ തന്നു. സിൽവർ വയർ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സിൽവർ വയർ അതെ നോക്കിയേ, സിൽവർ വയർ, കോപ്പർ റോഡ്, 2 ബീക്കർ, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, അതേപോലെ സോൾട്ട് ബ്രിഡ്ജ്, വോൾട്ടിമീറ്റർ, കോപ്പർ വയർ, അതുപോലെ തന്നെ വാട്ടർ. ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 2 ബീക്കർ ഉണ്ടല്ലോ, ആ 2 ബീക്കർ ഇവിടെ അങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഇവിടെ വെക്കണം, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഇവിടെ വെക്കണം. നമുക്ക് ആരെയൊക്കെയാണ് തന്നിരിക്കുന്നത്? സിൽവറും തന്നിട്ടുണ്ട്, കോപ്പറും തന്നിട്ടുണ്ട്. ഇതിൽ കൂട്ടത്തിൽ ആരാണ് റിയാക്റ്റീവ്? നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആരാണ് റിയാക്റ്റീവ്? നോക്കിയേ, കോപ്പർ ആണോ സിൽവർ ആണോ റിയാക്റ്റീവ്? കോപ്പർ ആണ് റിയാക്റ്റീവ്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ആരെയാ വെക്കാം? കോപ്പറിനെയാണ് വെക്കാം. കോപ്പർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കോപ്പർ റോഡ് നമ്മൾ ഇവിടെ വെച്ചു. കോപ്പർ റോഡ് ഇവിടെ വെച്ചു. ഇവിടെ കോപ്പറിന്റെ സൊല്യൂഷൻ വേണം. ഇവിടെ എന്ത് സൊല്യൂഷൻ ആണുള്ളത്? കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? Cu2 പ്ലസും SO4 2 ആയിട്ടാണ് സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പുറത്തെ ടെർമിനൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ വോൾട്ടിമീറ്റർ ഇവിടെ വെച്ചു. വോൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനത്തിന്റെ കൂടെ വെക്കണം. കോപ്പർ ആണ് സിൽവറിനെക്കാൾ റിയാക്റ്റീവ്, അതുകൊണ്ട് നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു. എന്നിട്ട് പോസിറ്റീവ് എവിടെ കണക്ട് ചെയ്യും? പോസിറ്റീവ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള സിൽവർ റോഡിന്റെ അവിടെ കണക്ട് ചെയ്തു. ഓക്കെ, സിൽവർ വയർ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇത് സിൽവർ വയർ. ഇനി എന്താ സംഭവിക്കുന്നത്? സിൽവർ വയർ ഇവിടെ വെച്ചു. അപ്പൊ ഇവിടെ എന്ത് വേണം? സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? Ag പ്ലസും NO3 മൈനസും ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി ഇത് കംപ്ലീറ്റ് ആവുമോ സർക്യൂട്ട്? കംപ്ലീറ്റ് ആവില്ല. ബിക്കോസ് വി നീഡ് സോൾട്ട് ബ്രിഡ്ജ്. നമുക്ക് സോൾട്ട് ബ്രിഡ്ജ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ഇവിടെ സോൾട്ട് ബ്രിഡ്ജിനെയും കൂടിയിട്ട് വെക്കാം. ഓക്കെ, നൗ എന്താണ് സെറ്റപ്പ് ഇസ് കംപ്ലീറ്റ്. ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇവിടെ കോപ്പർ വയർ വെച്ചിട്ടാണ് കണക്ട് ചെയ്ത്. ഇനി ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഭാഗത്ത് എന്ത് സംഭവിക്കും? കോപ്പർ ഇസ് മോർ റിയാക്റ്റീവ്. So what happens? It loses electron. Copper loses electrons and copper rodil നിന്നും കോപ്പർ 2 പ്ലസും 2 ഇലക്ട്രോൺസും ലൂസ് ചെയ്ത് കോപ്പർ 2 പ്ലസ് goes to solution. ഈ electrons goes through external circuit ആണല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ പോയി നമ്മുടെ സിൽവറിന്റെ അവിടെ എത്തി. അപ്പൊ ഇവിടെ ലൂസിങ് ഓഫ് ഇലക്ട്രോൺസ്. സോ ഹിയർ വാട്ട് ഹാപ്പൻ? ഓക്സിഡേഷൻ took place. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലൂസിങ് ഓഫ് ഇലക്ട്രോൺസ് took place. സോ ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലമാണ് ഓയും എയും, വവൽസ്, ആനോഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇവിടെ Ag പ്ലസ് ഇൻ ദ സൊല്യൂഷൻ. ഇതില് Ag പ്ലസ് ആയിട്ടും NO3 മൈനസ് ആയിട്ടും ആണ് കിടക്കുന്നത്. അപ്പൊ Ag പ്ലസ് ഇൻ ദ സൊല്യൂഷൻ എന്ത് ചെയ്യും? ഇറ്റ് ആക്സെപ്റ്റ്സ് ദി ഇലക്ട്രോൺ ടു ബിക്കം സിൽവർ ആൻഡ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് ഇൻ ദ സിൽവർ. ഓക്കെ, ഇതില് സിൽവറിലായിട്ട് ഇങ്ങനെ ഡെപ്പോസിഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? Ag ആയിട്ട് വന്നു. സോ ഹിയർ വാട്ട് ഹാപ്പൻഡ്? ഇറ്റ് ആക്സെപ്റ്റ്സ് ഇലക്ട്രോൺ ആൻഡ് ദിസ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്. Ag ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? റിഡക്ഷൻ ആണ് നടക്കുന്നത്. ആസ് അക്സെപ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഇസ് ടേക്കിംഗ് പ്ലേസ് ആൻഡ് ദിസ് ഈസ് നോൺ ആസ് കാഥോഡ്. കണ്ടോ? കാഥോഡ്.
ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. സോ ഇതിൽ തന്നെ ഇതിൽ നോക്കിക്കേ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഏത് ഭാഗത്തു നിന്നാണ് ഇലക്ട്രോൺസ് വരുന്നത്, കോപ്പറിൽ നിന്ന്. സോ ദിസ് ഇസ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. ഇതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്, ഈ ഭാഗമാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, കോപ്പർ 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് സൊല്യൂഷനിലേക്ക് വന്നുകൊണ്ടേയിരിക്കാം. സോ ഹിയർ ഈ ഇലക്ട്രോഡിന്റെ മാസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഇതിന്റെ തടി കുറഞ്ഞുകൊണ്ടേയിരിക്കും, മാസ് റെഡ്യൂസസ്. ഇവിടെ മാസ് റെഡ്യൂസസ്. അതേസമയം മറ്റേ അവിടെ Ag+ എന്ത് ചെയ്യും, സൊല്യൂഷനിൽ നിന്നും സിൽവർ ആയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ മാസ് ഇൻക്രീസസ്, ഇവിടെ മാസ് കൂടുകയും ചെയ്യും, സിൽവറിന്റെ മാസ് കൂടുകയും ചെയ്യും. ഓക്കെ, ഇലക്ട്രോഡ് മാസ് ആണ് ഞാൻ പറയുന്നത്. ഇലക്ട്രോഡിന്റെ മാസ് ഇപ്പുറത്ത് റിഡ്യൂസ് ആവും, അതേസമയം ഇവിടെ ഇലക്ട്രോഡിന്റെ മാസ് ഇൻക്രീസ് ആവും. ഇത്രയും ഓക്കെ ആണല്ലോ. ഇതിപ്പോ എത്ര കാലം തുടരും? ഈ പറയുന്നത് പോലെ നമുക്ക് ഇത് കംപ്ലീറ്റ് കോപ്പർ പോകുന്നവരാണ് അല്ല. വെൻ ഇറ്റ് റീച്ചസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് തൽക്കാലം നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇതൊരു ഇക്വിലിബ്രിയം വരെ മാത്രമേ, കംപ്ലീറ്റ് യൂസ് അപ്പ് ആവില്ല. വെൻ ഇറ്റ് റീച്ചസ് ഇക്വിലിബ്രിയം ഇറ്റ് സ്റ്റോപ്സ്. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്തുന്നത് വരെയാണ് ഈ ഒരു റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, എപ്പോഴും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ആനോഡ് ആയിട്ട് വരുന്നത്, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് കാത്തോഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഒന്നുകൂടി ചുരുക്കിയിട്ട് പറഞ്ഞാൽ Cu gives Cu2 plus 2 electrons. അതേസമയം Ag++ electron gives Ag. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്നിച്ച് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ 2 ഇലക്ട്രോൺ ആയ സ്ഥിതിക്ക് ഇവിടെയും 2 ഇലക്ട്രോൺ വേണം. അപ്പൊ മൊത്തത്തിൽ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, എല്ലായിടത്തും അങ്ങ് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ ഒന്നിച്ചാക്കി എന്ത് ചെയ്യും? Cu plus 2Ag plus 2 electron gives Cu2 plus 2 electron plus 2Ag. ഓക്കെ, ഈ 2 ഇലക്ട്രോൺ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Cu plus 2Ag plus gives Cu2 plus 2Ag എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അടുത്ത ഇലക്ട്രോൺ. ഇനി വേറൊരു ഗാൽവനിക് സെൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആയി. സോ ദിസ് ഇസ് നോൺ ആസ് എ ഗാൽവനിക് സെൽ. ആകെപ്പാടെയുള്ള ഫണ്ട ഇസ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനം ആനോഡിൽ വരും, അവിടെ ഓക്സിഡേഷൻ നടക്കും, ദാറ്റ് വിൽ ബി ദ നെഗറ്റീവ് ഇലക്ട്രോൺ. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഇനിയിപ്പോ ഒരു സെല്ല് എടുത്തു എന്ന് വെച്ചോ, സിങ്കും കോപ്പറും. അപ്പൊ അതിൽ ആനോഡ് ഏതായിട്ട് വരും, കാഥോഡ് ഏതായിട്ട് വരും? ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനം ആനോഡ് ആയിട്ട് വരും. സിങ്ക് ആണോ കോപ്പർ ആണോ കൂടുതൽ റിയാക്റ്റീവ്? സിങ്ക് ആണ് റിയാക്റ്റീവ്. സോ ഇറ്റ് ബിക്കംസ് ദി ആനോഡ്. അപ്പൊ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനം കാഥോഡ് ആയിട്ട് വരും. അത്രേ ഉള്ളൂ. ദാറ്റ് ബിക്കംസ് ദി അത് കോപ്പർ ആയിരിക്കും. അതേസമയം കോപ്പർ സിൽവർ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ ഇസ് മോർ റിയാക്റ്റീവ്, സോ ഇറ്റ് ബിക്കംസ് ദി ആനോഡ്. കാഥോഡ് ഇസ് ലെസ് റിയാക്റ്റീവ്, സോ ഇറ്റ് ബിക്കംസ് ദി എന്താണ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനം, അതായത് Ag ബിക്കംസ് ദി കാഥോഡ്. സിങ്കും സിൽവറും എടുത്താൽ സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ്, സോ ഇറ്റ് ബിക്കംസ് ദി ആനോഡ്. Ag is less reactive, so it becomes the cathode. അത്രേ ഉള്ളൂ സാധനം. ഇതിൽ നിന്നും നമുക്ക് കെമിക്കൽ എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് പഠിക്കാൻ പറ്റും. ഇനി ഇതിന്റെ അടുത്ത സാധനമാണ് നമുക്ക് പഠിക്കാനുള്ളത്, വിച്ച് ഇസ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.